ഓക്കെ, റെഡ്മി അവരുടെ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോവാണ്. അതായത് അവരുടെ പ്രീമിയം ലെവലിൽ, അതായത് കെ സീരീസിൽ. ഇപ്പം നമ്മുടെ കെ സീരീസിലുള്ളത് K50 എന്ന് പറയുന്ന 50i എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ K60 എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ചൈനയിലായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ ലോഞ്ചും കാര്യങ്ങളും എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ എക്സാക്ട് ഡേറ്റോ കാര്യങ്ങളോ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഡിസംബറിലായിരിക്കും ചൈനയിൽ ലോഞ്ച് ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെയും കറക്റ്റ് ഡേറ്റ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ലോഞ്ച് ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ആദ്യമായിട്ട് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നമ്മുടെ K50iയിൽ നമുക്ക് ഈ ഒരു സെയിം സൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്പ്ലേയിൽ വന്നിരുന്നത്. ഡിസ്പ്ലേ പാനലും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടെ സൈസ് ഏകദേശം ഇതേമാതിരി തന്നെയായിരുന്നു. അപ്പം ഇത് കംപ്ലീറ്റ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ ഒരു സൈസ് തന്നെ ആയിരിക്കും വരുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാറ്റവും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചിപ്സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് MediaTekൻ്റെ അപ്കമിങ് ആയുള്ള ആ ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Dimensity 8200 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. അതായത് 8100ൻ്റെ പുതിയ വെർഷൻ, അല്ലെങ്കിൽ പ്രീമിയം വെർഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയാം. ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു 8200 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അതായത് ഇത് 2023 ജനുവരിയിലായിരിക്കും ഇതിൻ്റെ ലോഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് MediaTek പറയുന്നത്. അപ്പം ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷനാണ്. അതായത് ചിലപ്പം MediaTekൻ്റെ ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും, ഇനി അഥവാ അതല്ലെങ്കിൽ കോൾക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ചിപ്സെറ്റ് ആവാനാണ് ചാൻസ്. അപ്പം നമുക്ക് ചിപ്സെറ്റ് കൺഫേം ആക്കി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് റാം വേരിയൻറ്റ് കാര്യങ്ങൾ. നമുക്ക് റാം വേരിയൻറ്റ് ഏത് രീതിയിലാണ് വരുന്നത്, അതായത് ലോവർ റാം വേരിയൻറ്റ് ഏതാണ്, അതായത് 8GB ആണോ അതോ 6GB ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചിലപ്പം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും, നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിൽ കൂടി ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടായുള്ള ഒരു ലെൻസും കൂടെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്ന ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പവർഫുള്ളായുള്ള ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 5500 mAhൻ്റെ ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വയേർഡായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. വയേർഡായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ടായുള്ളത്. അതുപോലെ തന്നെ 30 വാട്ട് വയർലെസ് ആയുള്ള ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടറാണ്, അതായത് ഈ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടറാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അത് കൺഫേം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. പിന്നുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ UI എന്ന് പറയുന്നത് ചിലപ്പം MIUI 13 ആയിരിക്കും, അതല്ലെങ്കിൽ 14 ആവാനാണ് ചാൻസ്. ചിലപ്പോൾ 14 വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. K50i സീരീസിൽ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു K60 സീരീസിലും നമുക്ക് ഈ ഒരു ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹയർ വേർഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ. പക്ഷേ നമുക്ക് ഇതുവരെ ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ K60 സീരീസിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഡിസ്പ്ലേ, അതായത് AMOLED ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത് പറയുന്നുണ്ട്. അതുപോലെ നമുക്കിതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടറായിട്ടുള്ള ഒരു ലെൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പവർഫുള്ളായുള്ള ബാറ്ററി, അത് ചാർജ് ചെയ്യാനുള്ള വയർലെസ്സും അതുപോലെ വയർഡായിട്ട് ചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ടറാണ്. പിന്നെ ചിപ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. MediaTek ആണോ അതോ കോൾക്കമാണോ വരാൻ പോകുന്നത് എന്നുള്ളതിൽ ചെറിയൊരു സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് 50iയിൽ നമുക്ക് MediaTekൻ്റെ ചിപ്സെറ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു പ്രാവശ്യം MediaTekൻ്റെ നെക്സ്റ്റ് ജനറേഷൻ, അല്ലെങ്കിൽ അതായത് ആ പുതിയ വരാൻ പോകുന്ന ആ ചിപ്സെറ്റ് തന്നെ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യണതിനെ കുറിച്ചൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല. ചൈനയിൽ, അതായത് ഇതിൻ്റെ മെയിൻ ലോഞ്ച് നടക്കാൻ പോകുന്നത് ചൈനയിലാണല്ലോ. അപ്പം അത് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും, അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഡേറ്റ് കൺഫേം ആയില്ല, പക്ഷേ എന്നാലും ഡിസംബറിലായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാലും ഇത്രയാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു K60 സീരീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് റിവ്യൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം, ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.